ആരാകും ഈ ആഴ്ചത്തെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ? ആരിനോ, അനുവോ, അതോ സാബുമാനോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 72 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ തന്നെ നമ്മുടെ ഷാനവാസും അനീഷും എഴുന്നേൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം, ആ പാട്ടാണ്. അതിനുശേഷം നോർമൽ സംസാരമാണ് അതിനകത്ത് നടക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അതിനുശേഷം എല്ലാവരും യോഗ ചെയ്യുന്നു, ശവാസനൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഷാനവാസ് മാത്രം മാറി നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആദ്യം ന്യൂറയും കൂടി നോമിനേഷൻ പ്ലാനിങ് നടത്തുകയാണ്. ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം, നീ ഇവിടെ ഇരിക്കുക, ഞാൻ അങ്ങേയറ്റത്തിരിക്കാം, നീ ഇങ്ങേയറ്റത്തിരിക്കുക, അവസാനം വീഴാത്ത ആരാണോ അവർക്കിട്ട് പൊട്ടിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. വേറെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല, വേറെ വിഷയങ്ങളൊന്നും തന്നെ ഒന്നുമില്ല. പിന്നീട് റേഷൻ വരുന്നു, പിന്നീട് ഫുഡ് കഴിക്കുന്നു. അതിന് ശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. എൻഡ്യൂറൻസ് ടാസ്ക് എന്നാണ് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേര് വരുന്നത്. നമ്മൾ പല സീസണിലും കണ്ടിട്ടുള്ള ടാസ്ക് തന്നെയാണ്, അതിൻ്റെ ഒരു വേറൊരു വേഷനാണെന്ന് മാത്രം. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറുണ്ടാകും. ഒരു കയറിൽ 3 മാർക്കുകൾ ഉണ്ടാകും. ഈ 3 മാർക്കുകളിലായിട്ട് ഓരോ കൈ വീതം ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ പിടിക്കുക. അതായത് അനു, ആര്യൻ, സാബുമാൻ ഇവരാണല്ലോ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. ഇവരാണ് പിടിക്കേണ്ടത്. അപ്പോൾ മാക്സിമം സമയം ഈ കയറിൽ നിന്ന് പിടിവിടാതെ ആരാണോ തുടരുന്നത് അവരാണ് വിജയിക്കുക. നിങ്ങൾക്ക് കായികപരമായോ അതുപോലെ തന്നെ ഫിസിക്കൽ അറ്റാക്കിലൂടെയോ പുറത്താക്കാൻ പറ്റില്ല, ഒരു കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ അവരെ നിങ്ങൾക്ക് മെൻ്റലി തകർക്കുകയോ അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടോ മറ്റു പ്രവൃത്തികളിലൂടെയോ അവരെ പുറത്താക്കാം എന്ന് പറയുന്നു. മാക്സിമം സമയം വരെ ഹോൾഡ് ചെയ്തത് ആരാണോ, അതായത് ആ മാർക്കിൽ ഇരിക്കുന്ന ആളായിരിക്കും ജയിക്കുക എന്ന് പറയുന്നു. കൈ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പിടിക്കുന്ന കൈ മാത്രമേ അവിടെ വയ്ക്കാൻ പാടുള്ളൂ, മറ്റേ കൈ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ തുടരാമെന്നും പറയുന്നു. തന്ത്രപരമായി പുറത്താക്കാൻ ആണ് ബിഗ് ബോസ് പറയുന്നത്. അങ്ങനെ അനു വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ നടുവിൽ പിടിക്കുന്നുണ്ട്. കാരണം നടുവിൽ പിടിക്കാൻ കാരണമുണ്ട്. നടുവിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന, അതായത് ഇപ്പുറത്താണെങ്കിൽ എന്തായാലും ഇപ്പുറത്തും തട്ടി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും, ഇപ്പുറത്തും തട്ടാണെങ്കിൽ അപ്പുറത്തേക്ക് പോകും. അങ്ങനെയാണ് നിൽക്കുക. പക്ഷേ നടുവിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെ നടുക്കാണല്ലോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അതുകൊണ്ട് അനു നേരെ വന്നിട്ട് നടുവിൽ പിടിക്കുന്നു. ആര്യൻ മാത്രമാണ് ഇടത് കൈ, അതായത് ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുന്നത്, കയറിൽ പിടിക്കുന്നത്. പക്ഷേ സാബുമാനും അവർ രണ്ടുപേരും ഇങ്ങനെ, അതായത് വലത് കൈ മാത്രമാണ് പിടിക്കുന്നത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന കൈ ഉണ്ടല്ലോ, ആ കൈ മാത്രമാണ് പിടിക്കുന്നത്. അതായത് ആരും പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടത് കൈ പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലോ, പിന്നെ ബാക്കി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടത് കൈ പിടിക്കുന്നത്. പക്ഷേ ഇവരെന്താ ചെയ്തത്, ഇവർക്ക് ഫുഡൊക്കെ ത്യജിക്കാനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പിടിക്കാം. പക്ഷേ ഇവർ പിടിച്ചിരിക്കുന്നത് ഇതാണ്, റൈറ്റ് കൈയാണ്, അതായത് വലത് കൈയാണ് പിടിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അറിയാം ആരായിരിക്കും ഈ ആഴ്ചത്തെ ക്യാപ്റ്റനാകാൻ പോകുന്നെന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാപ്റ്റൻസി ആയിരിക്കും എന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നോമിനേഷൻ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അതായത് നമുക്ക് നോക്കാം. അതിൻ്റെ ചർച്ചകളൊക്കെ ആയിട്ട് നമുക്ക് വരും മണിക്കൂറുകൾ സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.